ഹായ് ഗൈസ്, നമുക്കിന്നൊരു വെറൈറ്റി അമേരിക്കൻ ഹൊറർ TV സീരീസ് കണ്ടാലോ? സിനിമയുടെ വൺലൈന് നോക്കുവാണെങ്കിൽ 1850 പ്രീച്ചേഴ്സ് കോർണേഴ്സ് എന്ന ചെറിയൊരു ടൗൺ, അവിടെയുള്ള ആളുകളുടെ എല്ലാം ഭീതിയും പ്രാക്കും പിടിച്ചുപറ്റുന്ന ബൂൺ ഫാമിലി, അവരുടെ നിഗൂഢമായ ഫാമിലി ഹിസ്റ്ററി, അതുകാരണം യാതനകൾ അനുഭവിക്കുന്ന കുറച്ചാളുകൾ. എന്താണ് ബൂൺ ഫാമിലിയിലെ ആ ഡാർക്ക് സീക്രട്ട്? ഒരു സീസണും 10 എപ്പിസോഡുമാണ് ഈ സീരീസിനുള്ളത്. നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. 1817 കഥ തുടങ്ങുന്നത്. ചാൾസ് എന്ന പയ്യൻ രാത്രി എന്തോ ശബ്ദം കേട്ട് എണീക്കാണ്. നോക്കുമ്പോൾ പുറത്തവന്റെ അച്ഛൻ ഭയങ്കര വയലന്റ് ആയിട്ട് കുഴി കുഴിക്കാണ്. പുള്ളി ബാധ കയറിയ പോലെ വീട്ടിന്റെ ഉള്ളിലേക്ക് ചാൾസിനെ കൊല്ലാൻ വേണ്ടി കയറി വരുവാണ്. അപ്പോ ചാൾസിന്റെ അമ്മ അയാളെ തടഞ്ഞു. എന്നാൽ ആ സ്ത്രീയെ അടിച്ചിട്ട് അയാൾ ചാൾസിനെ ആ കുഴിയിലേക്ക് നിർത്തി. ചെക്കനാണേൽ അച്ഛാ നിർത്ത്, അച്ഛന് സുഖമില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാള് ആ വേംസ് വരുന്നുണ്ട്. എനിക്കതിനെ നിർത്താൻ പറ്റില്ല, ബ്ലഡ് കാൾസ് ബ്ലഡ് ചാൾസ് എന്ന് പറഞ്ഞ് അവനെ അടിച്ചിട്ടു. അയാള് ചാൾസിനെ ജീവനോടെ മണ്ണിട്ട് മൂടാൻ തുടങ്ങിയതും അവന്റെ അമ്മ അയാളുടെ തലയിലേക്ക് തന്നെ വെടിവെച്ചിട്ട് കൊല്ലാണ്. 33 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചാൾസിനെ കാണാണ്. അവനിപ്പോ ജപ്പാനിലെ ഒരു കടലിൽ യാത്ര ചെയ്യാണ്. കൂടെ ഭാര്യയും 3 മക്കളുമുണ്ട്. അവന്റെ ഭാര്യയ്ക്ക് ഒട്ടും സുഖമില്ലാണ്ടിരിക്കുകയാണ്. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഭാര്യ, മക്കൾക്ക് ഒരു വീട് അത്യാവശ്യമാണ്, നീ ആ ലെറ്റർ വായിച്ചില്ലേ? ദൈവം തന്നതാണ് നിങ്ങളുടെ കസിന്റെ ആ ലെറ്റർ. നിന്റെ അച്ഛനെ പോലെ നീ ആവില്ല ചാൾസ്. ഇവരുടെ 3 മക്കള് ജനിച്ചതും വളർന്നതുമൊക്കെ കപ്പലിൽ തന്നെയാണ്. അധികം വൈകാതെ തന്നെ ചാൾസിന്റെ ഭാര്യ മരിച്ചു. അമ്മയെ നഷ്ടപ്പെട്ട വിഷമത്തിൽ നിൽക്കുന്ന ആ 3 മക്കളെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. മൂത്ത മകൾ ഓണർ, രണ്ടാമത്തെ മകൾ ലോവ. ലോവയുടെ ഒരു കാലിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഒരു മന്ത് പോലെ വന്നിട്ടുണ്ട്. ഏറ്റവും ഇളയത് ഒരു മോനാണ്, പേര് ടെയിൻ. ചാൾസിന്റെ കസിൻ സ്റ്റീഫൻ മരിക്കുന്നതിന് മുന്നേ അയാളുടെ ചാപ്പൽ വെയിറ്റ് എന്ന എസ്റ്റേറ്റും സോമില്ലും ചാൾസിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. അവിടേക്ക് മക്കളെ കൊണ്ടുപോകണം എന്ന ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹം താല്പര്യമില്ലെങ്കിലും ചാൾസ് നടത്താൻ തീരുമാനിച്ചു. ചാൾസ് അങ്ങനെ ചാപ്പൽ വെയിറ്റിൽ എത്തിയപ്പോഴാണ് പല കാര്യങ്ങളും അറിഞ്ഞത്. സ്റ്റീഫന്റെ മകൾ മാർസല്ല ആ വീട്ടിലെ ബേസ്മെന്റിൽ വെച്ച് മരിച്ചു. അവളുടെ വിയോഗം സഹിക്കാൻ വയ്യാണ്ട് സ്റ്റീഫൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ വീട്ടിലെ ഒരു കെയർ ടേക്കർ ക്ലോറസ് എന്ന ലേഡി കീയൊക്കെ ചാൾസിന് കൊടുത്തിട്ട് കുട്ടികളെ ആ ബേസ്മെന്റിലേക്ക് പോകാൻ വിടരുത് എന്ന് പറഞ്ഞ് പോവാണ്. ഇനിയും ആ വീടിന്റെ കെയർ ടേക്കറായി നിൽക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. സാധനമൊക്കെ എടുത്തു വെച്ച് ചാൾസ് ആ ബേസ്മെന്റിലേക്ക് നോക്കാൻ പോയി. തറയില് കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് കാണാം. മാത്രവുമല്ല കുറച്ചപ്പുറത്ത് കയ്യും കാലും കെട്ടിവെക്കാനുള്ള സെറ്റപ്പൊക്കെയുള്ള ഒരു ബാത്ത് ടബ് ഇരിപ്പുണ്ട്. മുകളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അവൻ നോക്കുമ്പോൾ കുറെ വേംസ്, പുഴുക്കള് അങ്ങനെ ഇഴയാണ്. അവൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി. ശേഷം മക്കളോട് ഒരു കാരണം വെച്ചാലും ബേസ്മെന്റിലേക്ക് പോവരുതെന്നും പറഞ്ഞു. ഓണറിനും ടെയിനും വീട് ഇഷ്ടമായി. എന്നാൽ ലോവയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മ മരിച്ചതിൽ പിന്നെ അവള് ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. രാത്രി ചോൾസ് അവിടുത്തെ ലൈറ്റൊക്കെ ഓഫാക്കുമ്പോൾ ചുമരിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒച്ച കേട്ടു. ചുമരിന്റെ ഉള്ളിൽ എലികളാണെന്ന് അയാൾ വിശ്വസിച്ചു. സോ രാവിലെ തന്നെ ഈ എലിയൊക്കെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരാളെ ചോൾസ് വരുത്തിച്ചു. എന്നാൽ അയാൾ അവിടെയൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും എലിയില്ലെന്ന് പറയാണ്. എന്നാൽ ചാൾസിന് ഉറപ്പാണ് അയാൾ ആ ശബ്ദം കേട്ടെന്ന്. അതുകൊണ്ട് കുറച്ച് ട്രാപ്സ് വീടിന്റെ മൂലയ്ക്കൊക്കെ സെറ്റ് ചെയ്യാൻ ആ പുള്ളിയോട് ചാൾസ് പറഞ്ഞു. ഇതേ സമയം പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ടെയിനിന്റെ ബഹളം കേട്ട് അവരങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ 3 കല്ലറകൾ. കസിൻ സ്റ്റീഫൻ, സ്റ്റീഫന്റെ മകൾ മാർസല്ല, സ്റ്റീഫന്റെ അച്ഛൻ ഫിലിപ്പ്. ചാൾസ് മക്കളെയും കൊണ്ട് ടൗണിലേക്ക് ഇറങ്ങി. ബൂൺ ഫാമിലിയിൽ ഇനി ആകെയുള്ളത് ചാൾസും മക്കളുമാണ്. ഇവര് തിരിച്ചു വന്നതറിഞ്ഞ് നാട്ടുകാരെല്ലാം ഭയങ്കര ടെൻസ്ഡാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ബൂൺ ഫാമിലിയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായി. ഈ രോഗം നാട്ടുകാരിലേക്കും പകർന്നു. അങ്ങനെ ഒരുപാട് പേർ മരിച്ചു. അതുകൊണ്ട് തന്നെ സ്റ്റീഫന്റെയും ഫിലിപ്പിന്റെയും മരണത്തിൽ നാട്ടുകാർക്ക് ഒരു സമാധാനവും സന്തോഷവും തോന്നിയിരുന്നു. ഇപ്പോഴും നാട്ടിൽ ആ രോഗമുണ്ട്. ചാൾസ് ടൗണിലെ കോൺസ്റ്റബിളിനെ കാണാനായിട്ട് പോയി. കോൺസ്റ്റബിളിന് ചാൾസിനോട് ആ മില്ലും വിറ്റ് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, കാരണം ഇവിടെ ആർക്കും ചാപ്പൽ വെയിറ്റോ ബൂൺസിനെയോ ഇഷ്ടമല്ലെന്ന് പറയാണ്. ടെയിൻ ടൗണിൽ വെച്ച് രോഗം ബാധിച്ച വയ്യാതായ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. ഈ കുട്ടിയാണ് സൂസൻ മാലറി. അവൾക്ക് ആ രോഗം വന്ന് വയ്യാത്തൊരു അവസ്ഥയിലാണിപ്പോ. ക്വാറന്റൈനിൽ ഇരിക്കേണ്ടത് കൊണ്ട് സൂസന്റെ അമ്മ റോസ്
അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം ചാപ്പൽ വീട്ടിലേക്ക് റെബേക്ക മോർഗൻ എന്ന ഒരു സ്ത്രീ വരാണ്. ചാപ്പൽ വീട്ടിലേക്ക് ഒരു ആയയെ, അതായത് വീട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാനും നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ആയയെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ അവൾ ഇവിടെ ചെല്ലാൻ വേറൊരു കാരണമുണ്ട്. പുള്ളിക്കാരി ഒരു റൈറ്ററാണ്. അവളുടെ അടുത്ത കഥയുടെ കണ്ടന്റിന് വേണ്ടിയാണ് അവൾ ഇവിടെ വന്നേക്കുന്നത്. കുട്ടികളോട് സംസാരിച്ച ശേഷം അവളെ ആയയായിട്ട് ചാൾസ് നിയമിച്ചു. അടുത്ത ദിവസം ചോൾസ് ആ സോമില്ലിലേക്ക് അവിടുത്തെ ജോലിക്കാരുമായി സംസാരിക്കാൻ വേണ്ടി പോവാണ്. മില്ലിൽ പണി ചെയ്യുന്ന ഏക കറുത്തവർഗക്കാരനാണ് ഏബിൾ. അവനെ കൊണ്ടാണ് ബാക്കിയുള്ളവർ പണിയെടുപ്പിക്കുക. സോ ബാക്കി വർക്കേഴ്സിന്റെ അടുത്ത് ചാൾസ് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവർക്കൊക്കെ ചാൾസിനോട് പുല്ലുവിലയാണുള്ളത്. രാത്രി റെബേക്ക പിള്ളേർക്ക് പ്രേതകഥ പറഞ്ഞു കൊടുക്കവേ വിൻഡോയിലേക്ക് ഒരു പക്ഷി വന്നിടിച്ച് മരിച്ചു വീണു. ഇതേ സമയം ബേസ്മെന്റിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആ ഡോറ് തുറന്ന് കിടക്കായിരുന്നു. റെബേക്ക ഉടനെ ചെന്ന് നോക്കി ആ ഡോർ അടച്ചിട്ടു. രാത്രി ചോൾസ് റെബേക്കയെ കണ്ട് ഇനി മുതൽ പ്രേതകഥ പിള്ളേരോട് പറയണ്ടെന്നും ബേസ്മെന്റിലെ ഡോറ് പണിക്കാരൻ അടയ്ക്കാൻ മറന്നതാവുമെന്നും പറയുന്നുണ്ട്. അടുത്ത ദിവസം ടൗണിലെ ചർച്ചിൽ അവർ പോയെങ്കിലും അവരെ അവിടെ വെച്ച് നാണം കെടുത്ത് വിടുകയാണ് നാട്ടുകാര്. ലോയ്ക്ക് ഇതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ആ മില്ലിലെ വർക്കേഴ്സ് ബൂൺ ഫാമിലിയെ മൊത്തം ആ വീടോടെ കത്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മള് മുന്നേ കണ്ട വയ്യാതായ കുട്ടിയില്ലേ സൂസൻ മാലറി, അവളുടെ അച്ഛൻ കേക്കാണ്. പുള്ളിയും അവിടെയാണ് ജോലി ചെയ്യുന്നത്. മോളുടെ അവസ്ഥയ്ക്ക് കാരണമായ ബൂൺ ഫാമിലിയെ കത്തിക്കാമെന്ന് ഉറപ്പിച്ച് പുള്ളി രാത്രി കുറെ ഓയിലുമായി തിരിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് കോട്ടും തൊപ്പിയുമെല്ലാം വെച്ച ഒരാള് അവിടേക്ക് വന്ന് അയാളെ വെടിവെച്ചിട്ടു. ശേഷം കഴുത്തു മുറിച്ച് ആ ചോര ഒരു ബക്കറ്റിലേക്ക് കളക്ട് ചെയ്തു. എന്നിട്ട് അയാളെ കത്തിച്ച് അവിടെ നിന്ന് പോവാണ്. മറ്റൊരു വശത്ത് ചാൾസ് ബാത്ടബിൽ കിടക്കാണ്. എന്നാൽ അയാളൊന്ന് മുങ്ങി നിവർന്നതും വെള്ളത്തിന് പകരം ട്യൂബിൽ മുഴുവൻ മണ്ണും പുഴുക്കളും. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ അത് തന്റെ ഹാലുസിനേഷൻ ആണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇവിടം കൊണ്ട് എപ്പിസോഡ് 1 തീരാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.